ഗായ്സ്, മുട്ടായി തെരുവിലെ ചൈന മാർക്കറ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക്. ഇവിടെ അല്ലേ ഒരുപാട് സാധനങ്ങൾ വില കുറച്ച് കിട്ടും കേട്ടോ. 5 രൂപ തൊട്ടിട്ടാട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടണമെങ്കിൽ വേഗം വിട്ടോ മുട്ടായി തെരുവിക്ക്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ മുട്ടായി തെരുവിൽ വില കുറച്ച് കിട്ടണ സ്ഥലം. നമുക്ക് ഏതായാലും ഷോപ്പിന് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. നോക്കിക്ക് എന്ത് ഭംഗിയുള്ള മാലകളാണല്ലേ. ഇതിനൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വില ഇതിൻ്റെയൊക്കെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പ് മുഴുവൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ അല്ലേ, ഇതിനൊക്കെ 5 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ കൊടുക്കണത്. ഇതിൻ്റെ അടിയിൽ ഇതൊക്കെയാണ് കുറേ റിബൺസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ അവർ 5 രൂപയുടെ സാധനം, 10 രൂപയുടെ സാധനം, പിന്നെ 20 രൂപയുടെ സാധനം, 30 രൂപയുടെ സാധനം. വളകൾക്കൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതും ന്യൂ മോഡൽ വളകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വള ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നോക്കിയതിൻ്റെ അടിയിൽ പൊട്ട്, പിന്നെ പെൺകുട്ടിയൊക്കെ ആവശ്യമുള്ള എല്ലാ ഫാൻസി സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒന്ന് ഉള്ളോട്ട് കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മാലയ്ക്കൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇത് കണ്ടോ, ഈ ഒരു സംഭവം നല്ല ഭംഗിയുള്ളൊരു കളിപ്പാട്ടാണ് കേട്ടോ. ഈ ബോൾ ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിലേക്ക് അതിൻ്റെ ഉള്ളിലാക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗെയിം കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് മക്കളെടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ് ഞാൻ പറ്റിച്ചത്. വെറുതെ കുറേ കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടിട്ട് കാര്യമില്ലാന്ന്. പുറത്തെ കടകളിലൊക്കെ പോയാൽ നമ്മൾ എങ്ങനെയായാലും ഒരു ബെൽറ്റ് വാങ്ങണമെങ്കിൽ 100 റുപ്യൊക്കെ കൊടുക്കണം കേട്ടോ. 100, 140 ബെൽറ്റിൻ്റെ റേറ്റ്. പക്ഷേ ഇവിടെ നോക്കിക്കുക 50 രൂപയാണ് കേട്ടോ എല്ലാ ബെൽറ്റിനും. ഇത് നോക്കിയാൽ ക്ലിപ്പുകൾക്കൊക്കെ 10 രൂപയ്ക്കാണ് കേട്ടോ. ഇത്രയും വലിയ ക്ലിപ്പുകൾ 10 റുപ്യക്ക് നിങ്ങൾക്ക് കിട്ടുമോ? ഇത് നോക്കിയാട്ടെ, പാക്കറ്റ് പണക്കിന് പെൺകുട്ടിയൊക്കെയുള്ള ചെറിയ ചെറിയ റിബൺസും എല്ലാ സാധനവും പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 20 റുപ്യ 30 റുപ്യാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഒരു പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങി വെച്ചാൽ സ്കൂളിൽ പോണ കുട്ടികളെ അമ്മമാർക്കൊക്കെ അറിയാം. ഒരു രസം ഉണ്ടാകും. റിബൺ കെട്ടിക്കൊണ്ടായാൽ പിറ്റേന്ന് ആ ഒരു ഇത് എന്താ പറയുക, മുടിക്കിടുന്ന സാധനം ഉണ്ടാവൂല കേട്ടോ. പിന്നെ മോക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം മുടിക്കെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാത്രത്തിൽ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചിട്ടുള്ള മുടിക്കെട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ റിബൺസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഫാൻസി സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്താ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാട്ടെ, പെട്ടിയിലൊക്കെ ഇട്ട് വെച്ച് നോക്കിയാട്ടെ. അതേപോലെ നമ്മളെ പൊട്ടുകൾ, ഇപ്പോൾ ഈ പൊട്ടുകളൊക്കെ കാണാൻ തന്നെ ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു കളർ പൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് കണ്ടോ, കുറേ തരം ഹെയർ ബാൻഡുകൾ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ സൂപ്പർ ഹെയർ ബാൻഡാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. മാലകളൊക്കെ നോക്കിക്കാട്ടെ, ഇവിടെ മാലയ്ക്ക് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വില കുറഞ്ഞ് വാങ്ങാറില്ല, അതേപോലെയാണ് കേട്ടോ ഇവിടെ മാലയ്ക്ക് റേറ്റ്. ഈ ഒരു മാലയ്ക്കൊക്കെ 100 രൂപയാണ് കേട്ടോ വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ 150, 200 റുപ്യൊക്കെ കൊടുത്തിട്ടാണ് ഫാൻസിയിൽ നിന്നൊക്കെ മാല വാങ്ങിക്കാറ് കേട്ടോ. ഇവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ 100 രൂപ, വെറും 100 രൂപയ്ക്ക് കേട്ടോ ഈ ഒരു മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കല്ല് വെച്ച മാല, അതപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചില്ലേ, ആ ഒരു മാല ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 100 റുപ്യുള്ളൂ മക്കളെ, 100 റുപ്യ. പിന്നെ ഒരുപാട് തരത്തിലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളുണ്ട്, കളിക്കുന്ന തരത്തിലുള്ള വാച്ചുകളുണ്ട്. അങ്ങനത്തെ വാച്ചിനൊക്കെ 100 രൂപയാണ് കേട്ടോ. കളിക്കുന്ന തരത്തിലുള്ള വാച്ചിനൊക്കെ എൻ്റെ മോൻ പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാൻ്റെ ലൈറ്റ് അടിച്ച് കളിക്കണത്. ഇത് കണ്ടോ, കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള ക്ലിപ്പുകളും മുടിക്കെട്ടുകളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടോയ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഉള്ളോട്ട് കയറി നോക്കിയാൽ പുറമെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയൊരു ഷോപ്പാണെന്ന്, പക്ഷേ ഉള്ളോട്ട് കയറി നോക്കിയാലേ മനസ്സിലാകുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒരുപാട്, പെൺകുട്ടികളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കയറിയിട്ടുള്ളത് മുട്ടായി തെരുവിലെ ചൈന ബസാറിലാണ് കേട്ടോ. 5 രൂപ തൊട്ടിട്ട് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ട നെറ്റിച്ചുട്ടി, എന്തൊരു ഭംഗിയാണല്ലേ. ഇതിനൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. മോക്ക് നെറ്റിച്ചുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ നോക്കിയതാട്ടോ. പിന്നെ അടിപൊളി പൊട്ടുകളൊക്കെ നമ്മളെ സാധാരണ റേറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ. ഏകദേശം നമുക്കിവിടെ കിട്ടുന്ന റേറ്റിലാണ്. പിന്നെ ഇതാ ഫേഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫേഷ്യൽ ചെയ്യുന്ന ചെറിയ ചെറിയ പാക്കുകൾ, അങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ക്യൂടെക്സുകൾ, പലവിധം ക്യൂടെക്സ് ഉണ്ട് കേട്ടോ. പല റേറ്റിൽ അവൈലബിൾ ആണ്. 20, 50 അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പല റേറ്റിലാണ്. പിന്നെ നൈൽ പോളിഷ് റിമൂവർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് സെറ്റ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോൾ അവിടെ നിന്ന് പോരൂല കേട്ടോ. പെൺകുട്ടികളെയൊന്നും കൂടെ കൂട്ടിയിട്ട് പോകാൻ നിൽക്കണ്ട കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാം വേണ്ടി വരും കേട്ടോ. പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കളിസാമാനങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ മക്കളെയൊന്നും കൂട്ടി പോകാത്തതാണ് ഏറ്റവും നല്ലത്.
5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ സ്റ്റഡ് കമ്മലുകളുണ്ട് കേട്ടോ. എന്തൊരു ക്യൂട്ടാണല്ലേ. ഈ സിമ്പിൾ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവില്ലേ, ഓൽക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്റ്റഡ് കേട്ടോ. 10 റുപ്യ 5 റുപ്യ അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയാമെന്നല്ലാണ്ട് ആരും ലൈക്കൊന്നും അടിക്കാറില്ല വീഡിയോയ്ക്ക്. ഞാനിങ്ങനെ പറയും, പക്ഷെ ആരും ലൈക്ക് അടിക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടൊക്കെ അല്ലേ ഇനിയും അങ്ങോട്ട് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം. കമ്മലൊന്നും പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ രസമുള്ള കമ്മലും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.